ആരാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഗുജറാത്തിനെ നോക്കി, ഗുജറാത്തിലെ അഭയാർത്ഥികളെ നോക്കി സന്താനോത്പാദക ഫാക്ടറികളാണ് എന്ന് വിശേഷിപ്പിച്ച ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മറക്കരുതാരും, മറന്നുപോകരുത്. 2002 ഗുജറാത്ത് ആരും മറന്നുപോകരുത്. മതേതര ഇന്ത്യക്കേറ്റ കളങ്കത്തെ നിങ്ങൾ മറന്നു കളയുക. ചില മറവികളാണ് ചില നരാധമന്മാരെ അധികാര കസേരയിൽ എത്തിക്കുന്നത്. നയവഞ്ചകരെയും ജനവഞ്ചകരെയും അധികാര കസേരയിൽ എത്തിക്കുന്നത് ചില മറവികളാണ്. എന്താണ്? നിങ്ങൾ ഈ മതേതര രാജ്യത്ത് മുസ്ലിമിനെ മാത്രമായി നിങ്ങൾ വേട്ടയാടിയില്ലേ? നിങ്ങൾ പേടിപ്പിടിച്ചില്ലേ? തലയിൽ തട്ടമിട്ട പെണ്ണിന്റെ മാനത്തെ നിങ്ങൾ കവർന്നെടുത്തില്ലേ? അവളുടെ ഉദരത്തിൽ നിന്നും ജീവൻ തുടിക്കുന്ന ഭ്രൂണത്തെ കുത്തി നിങ്ങൾ തെരുവോരങ്ങളിൽ ആഘോഷിച്ചില്ലേ? അവളുടെ ചേതന അറ്റുപോകുന്ന നിലവിളി കേട്ട് നിങ്ങൾ താണ്ഡവ നൃത്തം നടത്തിയില്ലേ? എന്നിട്ടും തീർന്നോ നിങ്ങൾ? ഇപ്പോഴും നിങ്ങൾ വരുന്നില്ലേ? കർവാപ്പസി എന്ന് പറഞ്ഞുകൊണ്ട്, ദീപ നിരോധനം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് സംഘപരിവാറിന്റെ തീവ്ര ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ വരുന്നില്ലേ? എന്തെല്ലാം നിങ്ങൾ ചാത്തി, ലവ് ജിഹാദ് മുതൽ എന്തെല്ലാം നിങ്ങൾ ചാത്തി ഈ മതേതര ഇന്ത്യയുടെ പുണ്യമാർന്ന മണ്ണിൽ. എന്നിട്ടെന്തേ നിങ്ങൾ ഇനിയും മനസ്സിലാക്കുന്നില്ല? ഇന്ത്യയിലെ ജനങ്ങൾ ഇനി കേരളത്തിലോ എന്ത് ഭരണമാണ്? സംഘപരിവാറിന് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും കേരളത്തിൽ കാവിക്കളസമിട്ട രമേശൻ ചെന്നിത്തലയും മുഖ്യമന്ത്രിയും അടക്കം ചെയ്തു കൊടുക്കുന്നില്ലേ? സംഘപരിവാറിനുള്ള എത്രയെത്ര കേസുകൾ, സംഘപരിവാറിനെതിരെയുള്ള എത്രയെത്ര കേസുകൾ നിങ്ങൾ ഒത്തുതീർപ്പാക്കി കൊടുത്തു? എത്രയെത്ര കേസുകൾ നിങ്ങൾ പിൻവലിച്ചു കൊടുത്തു? നിങ്ങൾക്കെന്തേ വർഗീയ വിഷം ചീറ്റുന്ന ആയുധ പരിശീലന കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ ഒരു റെയ്ഡെങ്കിലും നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആയിരക്കണക്കിന് ശാഖകളിലൂടെ മത തീവ്രവാദം ചിരകളിൽ കുത്തിവെച്ചുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വിടുന്ന സംഘപരിവാർ വിഷത്തിനെതിരെ ഇവിടത്തെ നിയമം എന്ത് ചെയ്തു? നാഴികയ്ക്ക് 40 വട്ടം അധ്യാപികയുടെ പേര് പറഞ്ഞ് കേരളത്തിലെ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ വർഗീയ വിഷം ചീറ്റുന്ന ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേർക്ക് ഒരു പെറ്റി കേസെങ്കിലും എടുക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടോ ഈ കേരളത്തിൽ? നിങ്ങൾ ചാർത്തിയില്ലേ UAPA? എത്ര ഉമ്മമാരുടെ നിലവിളിയാണ് കേരളത്തിന്റെ മണ്ണിൽ മുഴങ്ങിക്കേട്ടത്? ജയിലയിൽ